ഓക്കെ, സോ നമ്മൾ ഈയിടെ അൺബോക്സ് ചെയ്ത ഇൻഫിനിക്സിൻ്റെ നോട്ട് 10 ഉണ്ടല്ലോ, ആ നോട്ട് 10ൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ബിഗ് ബ്രദറാണ് നോട്ട് 10 പ്രോ. സോ നമുക്ക് നോക്കാം പ്രോ മോഡൽ ആയതുകൊണ്ട് എന്തൊക്കെ എക്സ്ട്രാ സ്പെസിഫിക്കേഷൻസ് ഈ ഫോണിൽ വരുന്നുണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. മെയിൻലി നമ്മൾ ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ ലേറ്റസ്റ്റ് ഇൻഫിനിക്സ് നോട്ട് 10 പ്രോയിൻ്റെ പാക്കേജിങ്. 8GB 256GB ആണ് റാം സ്റ്റോറേജ് വേരിയൻറ്റ്. അതിനോടൊപ്പം തന്നെ 90 ഹെർട്സിൻ്റെ അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻറ്റ്. സോ ഒബ്വിയസ്ലി ഫോൺ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഫ്ലെക്സിബിൾ TPU സിലിക്കോൺ TPU കേസ് കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റ്സ്, സ്ക്രീൻ പ്രൊട്ടക്ടർ, ഫൈനലി സിം ഇജക്ടർ പിൻ. സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 10 പ്രോ എന്ന ഫോൺ. തീർച്ചയായിട്ടും ഒരു വലിയ ഫോണാണ്, അതിൽ ഒരു സംശയം വേണ്ട. 6.95 ഇഞ്ചിൻ്റെ ഒരു യമണ്ടൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും വലിയ ഫോണാണ്. സോ ഒരു കോമ്പാക്റ്റ് ഫോണല്ല, നല്ല സൈസുള്ള ഫോൺ ആയതുകൊണ്ടും പിന്നെ വലിയൊരു ബാറ്ററി ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 210 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. പിന്നെ 8.7 mm ആണ് ഫോണിൻ്റെ തിക്നെസ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ബാക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്: പർപ്പിൾ, ബ്ലാക്ക് ആൻഡ് നോർഡിക് സീക്രറ്റ്. ഈ ഒരു കളർ ഓപ്ഷൻ നോർഡിക് സീക്രറ്റ് ആണ്. നല്ലൊരു വ്യത്യസ്തമായ ഒരു ബാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫോൺ ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചിങ് കളർ ഒരു ഫീലാണ് കിട്ടുന്നത്. ഇറ്റ്സ് കൂൾ, നല്ലൊരു കൂൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗ്ലോസി ബാക്ക് അല്ലേ കേട്ടോ, മാറ്റ് ഫിനിഷ് ആണ്. സോ ദാറ്റ്സ് ഗുഡ്, മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. വലിയ സൈസുള്ള ഫോണായിട്ടും അങ്ങനെ ഹെവി ആയിട്ട് തോന്നുന്നില്ല. സോ നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഗുഡ്. കൂടെ വന്നിരിക്കുന്ന TPU കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. നല്ല TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ലോണം എഡ്ജൊക്കെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ മോഡിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നല്ലോണം ഫിറ്റും ആവുന്നുണ്ട്. സോ ഗുഡ് TPU കേസ്. ഫോണിൻ്റെ ടോപ്പ് കംപ്ലീറ്റ്ലി empty ആണ്. സോ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസിൽ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ അത് മിസ്സിംഗ് ആണ്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ പ്ലസ് ഫിംഗർ പ്രിന്റ് സ്കാനർ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ഉണ്ട്. ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്ക്, USB Type-C പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. നോർമലി ഇൻഫിനിക്സ് ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ ഉള്ള ഫോൺ ഇൻഫിനിക്സിൻ്റെ ഫോൺ തന്നെയായിരിക്കും. ഇവിടെയും ഒരു മാറ്റമില്ല. 6.95 ഇഞ്ചിൻ്റെ ഒരു യമണ്ടൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വൈഡ് വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഡിസ്പ്ലേ തന്നെയാണ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IPS LCD പാനലാണ്. സോ AMOLED അല്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ AMOLED കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിൽ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ സ്മൂത്ത്നെസ് അറിയാനുണ്ട്. നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. NEG Dynor-X-ൻ്റെ ആണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. 480 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് കുറച്ചും കൂടി ആവാമായിരുന്നു എനിക്ക് തോന്നി. കാരണം പുറത്തൊക്കെ കൊണ്ടുപോകുമ്പം ബ്രൈറ്റ്നസ് ലേശം കുറവാണ് എന്ന് ഫീൽ ആവാറുണ്ട്. ഇൻഡോർ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോൾ, അതായത് വെയിലത്ത് അല്ലെങ്കിൽ നല്ല വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി ആവാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബെസൽസ് ഡീസൻറ്റ് ബെസൽസ് ആണ്. അത്യാവശ്യം ചിഹ്നമൊക്കെ വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തീർച്ചയായിട്ടും സൂപ്പർ AMOLED ഡിസ്പ്ലേൻ്റെ ഒരു വ്യൂയിങ് ആംഗിൾ അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേയുടെ ആ ഒരു കോൺട്രാസ്റ്റ്, ഡീപ്പ് ബ്ലാക്സ്, പോപ്പിംഗ് കളേഴ്സ് ഇതിൽ കിട്ടുന്നില്ല. സ്റ്റിൽ ഒരു IPS LCD ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല കാലിബ്രേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. സ്റ്റിൽ AMOLED അല്ല. ഓക്കെ, വൈഡ് വൈൻ L1ൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആമസോൺ പ്രൈം ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും ഫുൾ HD കണ്ടന്റ്, അതായത് 1080p കണ്ടന്റ് കാണാൻ കഴിയും. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സിംഗിൾ റാം സ്റ്റോറേജ് വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. 8GB 256GB. സോ റാമിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പ്രശ്നമൊന്നുമില്ല. LPDDR4X റാം ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. ധാരാളം റാം ഉണ്ട്, ആവശ്യത്തിനധികം സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയ സിം സ്ലോട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സിമ്മും ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ കഴിയും, നോ ഇഷ്യൂസ്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ Helio G95 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പവർഫുൾ ചിപ്സെറ്റ് ആണ്, നല്ലൊരു ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്, നല്ലൊരു മിഡ് റേഞ്ച് ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ് Helio G95. നല്ല രീതിയിൽ അവരിത് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ കളിച്ച് നോക്കിയിരുന്നു. ഹയസ്റ്റ് FPS സെറ്റിംഗ് അൾട്രയാണ്, 40 FPS. ഹയസ്റ്റ് ഗ്രാഫിക്സ് സെറ്റിംഗ്സ് HD ഹൈ ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് സ്മൂത്ത് അൾട്ര സെറ്റിംഗ് ആയിരിക്കും. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത് കേട്ടോ. ഫ്രെയിം ഡ്രോപ്സ് അല്ലെങ്കിൽ ലാഗ് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ആയില്ല. നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടിയത്. സോ ഈ ഒരു ഫോൺ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി വാങ്ങിക്കുകയാണെങ്കിലും നല്ലൊരു ഫോൺ തന്നെയായിരിക്കും. നമ്മുടെ ഇൻഫിനിക്സിൻ്റെ നോട്ട് 10 പ്രോ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഈവൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലും എനിക്ക് അങ്ങനെ ഗ്ലിച്ചും സ്റ്റട്ടറൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പല ഫോൺസിലും, പല വലിയ ബ്രാൻഡുകളുടെ ഫോൺസിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരുപാട് സ്റ്റട്ടേഴ്സും ലാഗ്സും സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കാണാറുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല. ഓക്കെ, സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻഫിനിക്സ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്
മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇൻഫിനിക്സിൻ്റെ ഫോൺസിൽ ഒരുപാട് ലാഗ്സ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസിൻ്റെ എണ്ണം ഇവർ നല്ലോണം കുറച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആഡൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. എങ്ങും ആഡ് ഇല്ലായിരുന്നു. നമ്മൾ റിവ്യൂവേഴ്സും പിന്നെ യൂസേഴ്സ് കൊടുക്കുന്ന ഫീഡ്ബാക്ക് അവർ അക്സെപ്റ്റ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്ന്. നെക്സ്റ്റ് ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കാം. സോ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ക്വാഡ് ക്യാമറ എന്ന് പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് 2 ക്യാമറകൾ ഡെപ്തും പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസ് ആണ്. സോ നമുക്കത് ഒഴിവാക്കാം. മാക്സിമം 4K 30 FPS ആണ് വീഡിയോ ക്വാളിറ്റി. ഫോട്ടോസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഒന്നും അല്ല. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് 17,000 rupees ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ സ്പെഷ്യലി ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. സാംസങ് ഫോണാണെങ്കിലും ഷവമിയുടെ ഫോണാണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫേസിൽ ഡീറ്റെയിൽസിൻ്റെ കുറവുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ആ ഒരു യെല്ലോ ടിൻറ്റ് കയറി വരുന്നുണ്ട്. ഒരു യെല്ലോയിഷ് ഫീൽ ഉണ്ട് ഫോട്ടോസിൽ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് 17,000 rupees ആണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത്രയും ഇംപ്രസീവ് ഒരു ക്യാമറ പെർഫോമൻസ് അല്ല, എന്നാൽ അത്രയും ബോറിങ്ങും അല്ല കേട്ടോ. സോ അങ്ങനെ മോശമായ ക്യാമറ പെർഫോമൻസ് അല്ല. പക്ഷേ ഈ ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോഴും കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ്, ബെറ്റർ ലൈറ്റ് കൺട്രോളും വേണം. നല്ല പോർട്രേറ്റ് ഫോട്ടോസ് വരുന്നുണ്ട്, നല്ല ബ്ലറൊക്കെ കിട്ടുന്നുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ആ ഒരു ബൊക്കയിൽ മാത്രം ഇഷ്യൂ ഉണ്ട്. സോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ മുടിയൊക്കെ വളരെ സ്മജ്ജി ആയിരിക്കുന്നത്. സോ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ അത്രയും നല്ലതല്ല. സോ കുറച്ചും കൂടി ബെറ്റർ എഡ്ജ് ഡിറ്റക്ഷൻ വേണം. ആ മുടിയൊക്കെ ഫുൾ സ്മജ്ജി ആയിട്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, സോ ഇതാണ് ഫോണിൻ്റെ സെൽഫി ക്യാമറ പെർഫോമൻസ്. നമുക്ക് മാക്സിമം 4K 30 FPS ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇത് 4K 30 FPS ആണ്. 1-2 എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബൊക്കെ വീഡിയോ റെക്കോർഡിംഗ്, ലൈവ് ബൊക്കെ വീഡിയോ റെക്കോർഡിംഗ്, അൾട്രാ സ്റ്റെബിലേഷൻ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി 1080p 30 FPS ആവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ബേസിക്കലി അൾട്രാ സ്റ്റഡി മോഡാണ്. സോ അൾട്രാ സ്റ്റഡി മോഡ് ഓപ്പൺ ചെയ്യുമ്പം നല്ല സ്റ്റെബിലേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ വീഡിയോ ക്രോപ്പ് ആവുന്നുണ്ട്. സോ സൂംഡ് ഇൻ വീഡിയോസ് ആണ് വരുന്നത്. ഞാനിപ്പം ലൈവ് ബൊക്കെ കാണിച്ചു തരാം. സോ ഇതാണ് ലൈവ് ബൊക്കെ. അത്യാവശ്യം നല്ല ബൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവിടെ ഇവിടെ ചെറിയ രീതിയിൽ സ്മഡ്ജസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ക്ലീൻ ബൊക്കെ അല്ല കിട്ടുന്നത്. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇതിൻ്റെ ബൊക്കെ ഫീച്ചറിന് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഫോണിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ബാറ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇഷ്യൂ ഇല്ല. അത്യാവശ്യം വലിയൊരു ബാറ്ററി തന്നെ വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ 0 to 70% 30 മിനിറ്റ് കൊണ്ട് ചാർജ് ആവും. നോട്ട് 10 പ്രോയിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. നല്ല സ്പീക്കർ പെർഫോമൻസ് ആണ്, ലൗഡാണ്. ഓഡിയോ ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു വോളിയം, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. നല്ല ലൗഡ് സ്പീക്കേഴ്സ് ആണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റാണ്, സെക്യൂർ ആണ്. അതേ രീതിയിൽ ഫേസ് അൺലോക്കും നല്ല ഫാസ്റ്റാണ്, നോ ഇഷ്യൂസ്. ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിംഗ് ഉണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈൻ്റെ സപ്പോർട്ട് ഉണ്ട്. FM റേഡിയോ വരുന്നുണ്ട്. SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. ഇൻഫിനിക്സിൻ്റെ ഈ നോട്ട് 10 Pro സിംഗിൾ വേരിയൻറ്റിലാണ് വരുന്നത്, അതായത് ഓൺലി ടോപ്പ് വേരിയൻറ്റ്. സോ 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസാണ് 16,999. സോ അതായത് 17,000 രൂപയാണ്. ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ വലിയൊരു ഡിസ്പ്ലേ ആണ്. സോ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ബാറ്ററി ഉണ്ട്, നല്ല ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ജിറ്റേഴ്സും ലാഗൊന്നും ഇല്ലായിരുന്നു. സോ ആ പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ക്യാമറയുടെ പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. അവിടെ ഇവിടെ ചെറിയ ഡീറ്റെയിൽസിൻ്റെ കമ്മിയുണ്ട്. അതും നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് 10 Pro. വേറെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല. നല്ല പെർഫോമൻസ് ആണ്, നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഹീലിയോ G95 ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് 10 Pro. ഓക്കെ, സോ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ബാക്കി നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.